പാലക്കാട് നഗരസഭ വൈസ് ചെയർപേഴ്സണായി ടി ബേബി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നഗരസഭയിൽ ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വളരെ വലിയൊരു ആഹ്ലാദ പ്രകടനങ്ങൾ ബി.ജെ.പി പ്രവർത്തകർ നടത്തുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ബി.ജെ.പിയുടെ നഗരസഭ ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണും അധികാരം ഏറ്റതോടുകൂടെ നഗരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനമാണ് ബി.ജെ.പി പ്രവർത്തകർ നടത്തുന്നത്. ബി.ജെ.പിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചെയർമാനായ പി സ്മിതേഷ്, അതുപോലെ തന്നെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ടി ബേബി എന്നിവരെയും അണിനിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയുടെ മുൻവശത്തു നിന്നുമാണ് ഈ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. ഇപ്പോൾ അത് പാലക്കാട് IMA ജംഗ്ഷൻ പിന്നിട്ട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇന്ന് രാവിലെയാണ് പാലക്കാട് നഗരസഭയിലേക്കുള്ള ചെയർമാൻ സ്ഥാനത്തേക്കുള്ള പോരാട്ടം നടന്നത്, അല്ലെങ്കിൽ അതിന്റെ മത്സരം നടന്നത്. അതിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് സ്മിതേഷും അതുപോലെ തന്നെ ഷാജു ജോൺ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്ന സാഹചര്യമായിരുന്നു. അതിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി 25 കൗൺസിലർമാരുടെ പിന്തുണ നേടിക്കൊണ്ടാണ് വീണ്ടും നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നഗരസഭയിൽ മൂന്നാമതും ബി.ജെ.പിയുടെ നഗരസഭ ചെയർമാൻ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഉച്ചതിരിഞ്ഞാണ് 2:30 നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അതിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവർക്ക് ഈ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു അംഗത്തിന് കൃത്യസമയത്ത് എത്താത്തത് മൂലം നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിൽ നിന്ന് പ്രശോഭ് M. വത്സൻ എന്ന UDF-ന്റെ കൗൺസിലറെ പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ 18 പേരുടെ പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കണമെന്നിരിക്കെ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് 17 പേരുടെ പിന്തുണ മാത്രമാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ടി ബേബി എന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ബി.ജെ.പിയുടെ കൗൺസിലർ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പി സ്മിതേഷിനെ ആണെങ്കിലും അല്ലെങ്കിൽ ടി ബേബി ആണെങ്കിലും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ പാലക്കാട് നഗരസഭയിൽ വലിയ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. കഴിഞ്ഞ തവണ ടി ബേബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. പി സ്മിതേഷ് ആണെങ്കിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എന്ന ചുമതലയും വഹിച്ചിരുന്നു. സ്മിതേഷിന്റെ ഒരു 4 തവണയായി പാലക്കാട് നഗരസഭയിൽ ഓരോ വാർഡുകളിലും ആദ്യം CPM-ന്റെ വാർഡ് പിടിച്ചെടുത്തുകൊണ്ടാണ് സ്മിതേഷ് പാലക്കാട് നഗരസഭയിൽ വിജയക്കൊടി ബാധിച്ചത്. പിന്നീട് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും സ്മിതേഷ് വിജയിക്കുന്ന വിവിധ വാർഡുകളിലായി വിജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ബി.ജെ.പിയുടെ വിവിധ ബൂത്ത് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ്, അതിനുശേഷം ഇപ്പോൾ ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുൾപ്പെടെയുള്ള ചുമതല വഹിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ സ്മിതേഷിനെ തേടി പാലക്കാട് നഗരസഭയുടെ പിതാവ് എന്നുള്ള സ്ഥാനം ലഭിക്കുന്നതും പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ എന്നുള്ള സ്ഥാനം സ്മിതേഷിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. ഒപ്പം പാലക്കാട് നഗരസഭ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭ, ആ നഗരസഭയിൽ ബി.ജെ.പി നടത്തിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിനുള്ള ജനങ്ങളുടെ ഒരു അംഗീകാരം കൂടെയാണ് ഈ വിജയം എന്നുള്ളതിൽ സംശയമില്ല. പാലക്കാട് നഗരസഭയിലാണെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നാപ്കിനുകളും ഡയപ്പറുകളും ഒക്കെ സംസ്കരിക്കുന്ന സംസ്കരണ കേന്ദ്രം ആരംഭിച്ചത് പാലക്കാട് നഗരസഭയിലാണ്. അതുപോലെ തന്നെ ഏകദേശം പതിറ്റാണ്ടുകൾ കെട്ടിക്കിടക്കുന്ന മാലിന്യം, ബ്രഹ്മപുരത്തേതുപോലെ വലിയ അപകടമുണ്ടാകുമായിരുന്ന പാലക്കാട് നഗരസഭയിലെ മാലിന്യം മുഴുവൻ നീക്കം ചെയ്തത് ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്തതും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ്. ഇതെല്ലാം പി സ്മിതേഷ് എന്ന വ്യക്തി പാലക്കാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വേളയിലാണ് ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ അനുഭവ സമ്പത്തുമായിട്ടാണ് ഈ സ്മിതേഷ് ആണെങ്കിലും ടി ബേബി ആണെങ്കിലും ഒക്കെ പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ എന്നീ ചുമതലകളിൽ അവർ വഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 ചുമതലകളും ഇത്തവണ തങ്ങൾ പൂർവാധികം ഭംഗിയായി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കും എന്നുള്ളതാണ് നേരത്തെ ചെയർമാനായാലും വൈസ് ചെയർപേഴ്സൺ ആയാലും എല്ലാം നമ്മൾ ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിരുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷ കാലയളവിൽ സംസ്ഥാന സർക്കാർ പല തരത്തിൽ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും മറ്റുമൊക്കെ നഗരസഭയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ആ ശ്രമങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ലഭിച്ചതുകൊണ്ട് തന്നെ
അമൃത് പദ്ധതി യെസ് അരുൺ തുടരുക. എന്തായാലും വളരെ വലിയൊരു ആവശ്യം തന്നെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. ഇനി പോകുന്നത് തൃപ്പൂണിത്തുറയിലേക്കാണ്. തൃപ്പൂണിത്തുറയിൽ BJPയിലെ രാധിക വർമ്മ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടെയും BJP പ്രവർത്തകരുടെ വമ്പൻ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എത്രത്തോളം ആവശ്യമാണുള്ളത്? ആഘോഷത്തിൽ തന്നെയാണ് തൃപ്പൂണിത്തുറയുള്ളത്. ചരിത്ര വിജയം നേടിയതിന് ഒരു ആഘോഷം ഒപ്പം തന്നെ ചെയർപേഴ്സൺ അവിടെ നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സുനീൽ ബാബു തൃപ്പൂണിത്തുറ നഗരസഭയുടെ ആദ്യ BJP ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഉച്ചക്കത്തേക്ക് നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ രാധിക വർമ്മ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വോട്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഹ്ലാദം തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP ഉണ്ടാക്കിയ മുന്നേറ്റം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും മികച്ച വിജയം തൃപ്പൂണിത്തുറയിൽ കരസ്ഥമാക്കാൻ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും മികച്ച വിജയം തൃപ്പൂണിത്തുറയിൽ കരസ്ഥമാക്കാൻ NDA മുന്നണിക്ക് BJP നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ LDFനെയും UDFനെയും വലിയ തോതിൽ തന്നെ തറ പറ്റിച്ചുകൊണ്ട് മികച്ച നേട്ടമുണ്ടാക്കാൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണത്തിലേക്ക് കയറാൻ കഴിഞ്ഞ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആഹ്ലാദ നിമിഷം തന്നെയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയുടെ നഗരവീഥികളിലൂടെ സ്റ്റാച്യു ജംഗ്ഷനും ഒപ്പം തന്നെ കിഴക്കേയും എല്ലാം കടന്ന് ബസ് മത്സരത്തിലൂടെ ഈ പ്രകടനം നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJPയുടെ ചുമതലയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എറണാകുളം ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന പ്രഭാരി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ഈ ഒരു പ്രകടനത്തിന് ആഘാത പ്രകടനത്തിന് നേതൃത്വം നൽകിയ മുൻനിരയിലുണ്ട്. അഡ്വക്കേറ്റ് PL ബാബു ചെയർമാൻ, ഒപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ രാധിക വർമ്മ എന്നിവർ നേതൃത്വത്തിലുള്ള വലിയ ഒരു പ്രകടനം തന്നെയാണ് നഗരവീഥികളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇരുഭാഗത്തും പുതിയ ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടിയും അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയും നിരവധി ആളുകളാണ് ഈ രണ്ട് വശത്തുമായി, ഈ റോഡിന് ഇരുവശത്തുമായി നിരവധി ആളുകളുണ്ട്. തൃപ്പൂണിത്തുറയിലെ ജനസഞ്ചയമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ട് അത് ഫലം കണ്ടിരിക്കുന്നു. LDF ഭരണത്തെ തൂത്തറിഞ്ഞുകൊണ്ട് NDA ഭരണത്തിലേക്ക് എത്തുന്നു. വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട NDA വികസന കാഴ്ചപ്പാട് കൃത്യമായി അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പിന് വലിയ തോതിൽ ഏറ്റവും മികച്ച പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പ്രകടന പത്രികകൾ പുറത്തിറക്കിയ NDA ഒടുവിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുമ്പ് വലിയ അഴിമതി ആരോപണങ്ങൾ കൗൺസിലിന് നേരിടേണ്ടി വന്നിരുന്നു എങ്കിൽ അതെല്ലാം ഉയർത്തിക്കാണിച്ച് തന്നെയാണ് NDA മുന്നോട്ട് പോയിരുന്നത്. LDF അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അഴിമതികളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു NDAയുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അതെല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കുന്നു. ഏറ്റവും മികച്ച വിജയം NDA നേടിയിരിക്കുന്നു. അതിന്റെ ഒരു ആഹ്ലാദം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇരുഭാഗത്തും നിരവധി ആളുകൾ പുതിയ ചെയർമാൻ അഡ്വക്കേറ്റ് PL ബാബുവിനെയും വൈസ് ചെയർമാൻ രാധിക ടീച്ചറെയും അഭിനന്ദിക്കുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനും എല്ലാം തന്നെ മുന്നോട്ട് വരുന്നു. അത്തരത്തിൽ ആഹ്ലാദകരമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അതിൻ്റെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അടക്കം ഈ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയും. ആ വലിയ ആവേശത്തിൽ തന്നെയാണ് ഓരോ ആളുകളുമെല്ലാം തന്നെ ഉള്ളത്. ഈ പ്രകടനം നഗരം ചുറ്റിയതിനു ശേഷം ഇപ്പോൾ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിനു ശേഷം ഒരു സമാപന യോഗം ചേരും. അവിടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ സംസാരിക്കുകയും ചെയ്യും. നേരത്തെ ചെയർമാൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്, ഈ പ്രകടനം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, വികസന കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കും NDA ഭരണം നടത്തുക. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട്, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണമായിരിക്കും തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ ജനകീയ പിന്തുണ നേടിക്കൊണ്ട് NDA ഭരണത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കൗൺസിലർമാരടക്കമുള്ള ആളുകൾ, പ്രവർത്തകരെല്ലാം തന്നെ താളമേളങ്ങളോടുകൂടി, നൃത്ത ചുവടുകളോടുകൂടി ഈ ആഹ്ലാദത്തിന്റെ ഭാഗമായി മാറുന്നു. ആ ഒരു സന്തോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നിരവധി ആളുകൾ ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയും അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടി അവരുടെ
അടുക്കലേക്ക് വരുന്നുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിച്ച് നീങ്ങുന്നുണ്ട്. അങ്ങനെ ചരിത്രം ഓരോ ഘട്ടത്തിലും തിരുത്തി കുറിക്കപ്പെടുന്നു. തൃപ്പൂണിത്തുറയിലും ഒരു ചരിത്രത്തിന്റെ മാറ്റം ആവർത്തിക്കുന്നു. രാജനഗരിയുടെ ഭരണം വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയുടെ കൈകളിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും ജനം മാറി ചിന്തിക്കുന്നു. മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ട് എന്ന NDAയുടെ കൃത്യമായി തന്നെയുള്ള മുദ്രാവാക്യം ജനം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ആ ജനം ഏറ്റെടുത്തു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ട് എന്ന മുദ്രാവാക്യം. അങ്ങനെ ഏറ്റവും വലിയ ഒരു വിജയം NDAക്ക് തൃപ്പൂണിത്തുറയിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി ചെയർമാനെയും വൈസ് ചെയർമാനെയും വിജയിപ്പിക്കാൻ NDAക്ക് കഴിഞ്ഞു. ചെയർമാനായ അഡ്വക്കേറ്റ് PL ബാബു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ ചുമതലകളിലൂടെ മുന്നോട്ട് വന്ന ഒരു കാര്യകർത്താവ്. അങ്ങനെ സംഘ ചുമതലകൾക്കപ്പുറം രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നേതാവ്, ഒപ്പം പരിചയസമ്പന്നയായ 2 തവണ കൗൺസിലിലേക്ക് ഇതിനു മുമ്പ് വിജയിച്ചിട്ടുള്ള രാധിക വർമ്മ വൈസ് ചെയർപേഴ്സണായും വരുന്നു. അങ്ങനെ പരിചയസമ്പന്നതയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും എല്ലാം തന്നെയുള്ള ഒരു ഒരുമിക്കലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആഹ്ലാദത്തിൽ തന്നെയാണ് ഉള്ളത്. എല്ലാവരും നൃത്തം വയ്ക്കുന്നു. കൗൺസിലർമാരും ഒപ്പം തന്നെ പ്രവർത്തകരും ചുമതലയുള്ള ആളുകൾ തന്നെയാണ്. വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. തൃപ്പൂണിത്തുറയ്ക്ക് പിന്നാലെ പാലക്കാടും ആ ഒരു ആവേശ തരംഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുണാൽ തിരിച്ചെടുത്തുണ്ട്. അരുൺ, എത്രത്തോളം ആവേശം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും? ഒപ്പം എടുത്തു പറയേണ്ടത്, തലസ്ഥാനത്ത് നിന്ന് തുടങ്ങി മറ്റ് ഓരോ സ്ഥലങ്ങളിൽ പിന്നിട്ടുള്ള ആ ഒരു NDAയുടെ വികസന തരംഗം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് മലയടിക്കുന്നത്. തൃപ്പൂണിത്തുറയിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. പാലക്കാട് എന്താണ് ആവശ്യങ്ങൾ, എത്രത്തോളമാണ് അത്? പാലക്കാടും ആവേശം അതിന്റെ പാരമ്പര്യത്തിലാണ്. പ്രത്യേകിച്ചും നഗരസഭയിൽ 3ാമതും ഹാട്രിക് വിജയം നേടിക്കൊണ്ട് BJPയുടെ ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണും തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടെ തന്നെ വലിയ ആവേശം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നഗരസഭയിൽ നിന്നാണ് BJPയുടെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. ആ നഗരസഭയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ഇപ്പോൾ നഗരത്തിന് ഒന്നടങ്കം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നഗര ഹൃദയഭാഗത്തുകൂടെ കടന്നു പോകുന്നു. സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലൂടെ വരുന്ന ഈ ഒരു ആഹ്ലാദ പ്രകടനം ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തേക്ക് ഏറെക്കുറെ എത്തിയിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ ചെയർമാനായ വിദേശ, അതുപോലെ തന്നെ നഗരസഭാ വൈസ് ചെയർപേഴ്സണായ ബേബി ഉൾപ്പെടെ ഉള്ളവർ, മറ്റ് കൗൺസിലർമാർ, മറ്റ് BJPയുടെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് നഗരത്തിൽ ഹൃദയഭാഗത്ത് കൂടെ കടന്നു പോകുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയിൽ 3ാമതും അധികാരത്തിലേറാൻ കഴിഞ്ഞു എന്നുള്ളത് അത് സംസ്ഥാനത്ത് തന്നെ വലിയ നേട്ടമാണ്. സംസ്ഥാനത്തെ ഓരോ BJP പ്രവർത്തകനും അഭിമാനം കൊള്ളാവുന്ന കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം നേരത്തെ BJPയുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിന്റെ ഗുജറാത്താണ് പാലക്കാട് എന്നുള്ളത്. അത് വീണ്ടും തെളിയിക്കുന്നതായി മാറുന്നു പാലക്കാട് നഗരസഭയിലെ BJPയുടെ വിജയം എന്നുള്ളതിൽ തർക്കമില്ല. കാരണം 2015 പാലക്കാട് നഗരസഭയിൽ ആദ്യമായിട്ട് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPക്ക് 24 സീറ്റുകൾ, 52 അംഗ നഗരസഭയിൽ 24 സീറ്റുകളിലാണ് BJPക്ക് അന്ന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. അത്തരത്തിൽ 24 സീറ്റുകളിൽ അന്ന് ആദ്യമായി വിജയിക്കാൻ കഴിഞ്ഞ് കേരളത്തിൽ തന്നെ ആദ്യമായി BJP ഒരു നഗരസഭയുടെ ഭരണത്തിലേറിയത് അത് പാലക്കാട് നഗരസഭയിലാണ്. അത്തരത്തിൽ 24 സീറ്റുകൾ നേടി അധികാരത്തിലേറിയ നഗരസഭയിൽ പിന്നീട് 2020 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 28 സീറ്റുകൾ, അതായത് ആദ്യഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം നേരിട്ടുള്ള 28 സീറ്റുകളുമായിട്ടാണ് BJP പാലക്കാട് അധികാരത്തിലേറുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത്തവണ ഇടതു വലത് മുന്നണികൾ പല വാർഡുകളിലും BJPയെ പരാജയപ്പെടുത്തുക, BJPയെ പാലക്കാട് നഗരസഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ CPM ഒക്കെ പരസ്പരം വോട്ടുകൾ മറിച്ചെങ്കിലും BJP അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് 25 സീറ്റുകൾ ഇത്തവണയും നേടി എന്നുള്ളതാണ്. മാത്രമല്ല 5ഓളം സീറ്റുകളിൽ വിരലിൽ എണ്ണാവുന്ന, അതായത് ഇടതു വലത് മുന്നണികൾ വോട്ട് മറിച്ചിട്ട് പോലും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾക്ക് 5 വോട്ടിനും 10 വോട്ടിനും അതുപോലെ തന്നെ 20 വോട്ടിനും ഒക്കെയാണ് പല വാർഡുകളിലും BJPക്ക് അവർക്ക് സ്ഥാനം വാർഡുകൾ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 25 സീറ്റുകൾ നേടിക്കൊണ്ട്
വീണ്ടും പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ അതിനുള്ള വലിയ അംഗീകാരമായി മാറുകയാണ് ഈ തുടർ ഭരണം മൂന്നാമതും അധികാരത്തിൽ ജനങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് നഗരസഭയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾക്കുള്ള അംഗീകാരം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ ചരിത്ര നേട്ടം തന്നെയായി മാറിയിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണസമിതി 3.0 രംഗത്ത് വരുന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു മൂന്നാമതും നഗരസഭയിൽ ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് വളരെ പ്രധാനമായ ഒരു ഘടകം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം BJPയെ പാലക്കാട് നഗരസഭയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ഒരു അജണ്ടയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPയും മുസ്ലിം ലീഗും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും SDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ കോൺഗ്രസിന് പിന്തുണ നൽകുന്ന കാഴ്ച ഉണ്ടായിരുന്നു പല വാർഡുകളിലും. പിന്നീട് വിജയം ഫലം വന്ന സമയത്ത് ഈ മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഈ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് പാലക്കാട് നഗരസഭയിൽ നിന്നും BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഏതുതരം നീക്കത്തിനും തങ്ങൾ തയ്യാറാണ് എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി CPM-മായി മുസ്ലിം ലീഗ് ചർച്ച നടത്തുകയുണ്ടായി, കോൺഗ്രസുമായി മുസ്ലിം ലീഗ് ചർച്ച നടത്തുകയുണ്ടായി. പക്ഷേ ആ ചർച്ചകൾക്കൊക്കെ ഒടുവിലും വീണ്ടും BJP തന്നെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നഗരസഭയുടെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ ചുമതലകളിലേക്ക് BJP തന്നെ വീണ്ടും എത്തുന്ന കാഴ്ച എന്നുള്ളതാണ്. അതേതായാലും കോൺഗ്രസിനെയും അതുപോലെ തന്നെ CPM-നെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടിയാണ് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ കോൺഗ്രസും CPM-ഉം പാലക്കാട് നഗരസഭയിൽ ഒരുമിച്ച് കൈകോർക്കുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും അവർ അടിയറയിൽ നടത്തിയിരുന്നു. അവർ പല തരത്തിലുള്ള നീക്കുപോക്കുകൾക്കും ഒക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ നമുക്കറിയാം ഇനി ഏതാനും മാസങ്ങൾ പിന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അത്തരത്തിൽ പാലക്കാട് നഗരസഭയിൽ ഒരു ഔഷധ കൂട്ടുകെട്ട് ജനങ്ങളുടെ ആ തീരുമാനത്തെ ജനകീയ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനഹിതത്തെ അട്ടിമറിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കുപോക്കിലേക്ക് CPM-ഉം കോൺഗ്രസും എത്തുകയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം അവർക്ക് തിരിച്ചടിയാവുമെന്നുള്ള ബോധ്യം അവർക്ക് അവസാന നിമിഷത്തിൽ ഉണ്ടാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളാണെങ്കിലും CPM-ന്റെ നേതാക്കളാണെങ്കിലും ഒക്കെ ഇത്തരം നീക്കുപോക്കിനെ കുറിച്ച് അവർ വലിയ രീതിയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവർ അവസാന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ആ തീരുമാനത്തിലേക്ക് എത്തിയ ശേഷമാണ് ഇപ്പോൾ നഗരസഭയിൽ ചെയർമാന്റെയും വൈസ് ചെയർപേഴ്സന്റെയും തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ പോലും പ്രകടമായി കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്നുള്ളത് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിമതനായി മത്സരിച്ച വ്യക്തി ഈ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും മാറി മാറി പിന്തുണയ്ക്കുന്നതാണ്. അതായത് നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പാണെങ്കിലും ചെയർമാൻ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് വിമതനായി പാലക്കാട് നഗരസഭയിൽ വിജയിച്ച റഷീദ് എന്ന വ്യക്തി ആ കോൺഗ്രസ് വിമതൻ ആദ്യഘട്ടത്തിൽ LDF-നെ പിന്തുണയ്ക്കുന്നു. അതിനുശേഷം പിന്നീട് UDF-നെ പിന്തുണയ്ക്കുന്നു. ഓരോ റൗണ്ടിലും 2 റൗണ്ടുകളായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തുക. ആ 2 റൗണ്ടിൽ ഒരു റൗണ്ടിൽ കോൺഗ്രസിന്റെയും മറ്റൊരു റൗണ്ടിൽ LDF-നെയും പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസ് വിമതന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊക്കെ പിന്തുണച്ചിട്ട് പോലും കോൺഗ്രസിന്റെ പല ആളുകൾക്കും ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ UDF-ന്റെ ഭാഗത്തു നിന്നും അവർക്ക് LDF-ന്റെ പിന്തുണ കൂടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ അവർ സ്വീകരിച്ചിട്ട് പോലും BJPക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞു. അരുൺ, അത് തന്നെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ അവിശുദ്ധ കൂട്ടുകെട്ടിനും വർഗീയ കൂട്ടുകെട്ടിനും ഇട കൊടുക്കാതെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് NDA-യുടെ BJP-യുടെ വിജയ തേരോട്ടം പാലക്കാട് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ ആ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം വിജയമാണ് അല്ലെങ്കിൽ ആ ഒരു മിന്നും വിജയം ചരിത്ര വിജയത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ കൂടി ചേർന്നുണ്ട്. ജിജീഷ, ആവേശം അതിൻ്റെ ആ ഒരു ആവേശകരമായിട്ടുള്ള ആ ഒരു പ്രകടനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ വളരെ വലിയൊരു ആവേശ പ്രകടനം നമുക്ക് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം ചരിത്ര വിജയമാണ് ഈ ഒരു ആഘോഷമായി മാറുക എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഇനിയും കൂടുതൽ പ്രകടനങ്ങൾ ഇനി കാണേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ഒരു ആവേശം തന്നെയാണ് BJP പ്രവർത്തകർക്കുള്ളത്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ മാറാത്തത് മാറുമെന്നുള്ള മുദ്രാവാക്യവുമായി ആരംഭിച്ച BJP-യുടെ തേരോട്ടം അത് കൂടുതൽ വിജയത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ നിർണായകമായ
ചരിത്ര നിമിഷത്തിലേക്ക് വഴിമാറുകയാണ്. എത്രത്തോളം ആവേശമാണ് അവിടെ ഉള്ളത്? എങ്ങനെയാണ് ഒരു സന്തോഷം എങ്ങനെയാന്ന് പറയാം. യെസ്, എന്തായാലും തൃപ്പൂണിത്തുറയിലും പാലക്കാടും ആവേശം തന്നെയാണ്. BJP പ്രവർത്തകരുടെ ആവേശകരമായിട്ടുള്ള പ്രകടനങ്ങൾ നടക്കുകയാണ്. എന്തായാലും NDAയുടെ BJPയുടെ ചരിത്ര വിജയത്തെ കൂടുതൽ ആഘോഷമാക്കി മാറ്റുകയാണ് BJP പ്രവർത്തകർ.